ലൈംഗിക ആരോപണത്തിൽ പ്രതിരോധത്തിലായ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജിയിൽ രണ്ടഭിപ്രായം. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ ആവശ്യം. എന്നാൽ പരാതി പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ തിടുക്കപ്പെട്ട് രാജിവെക്കേണ്ടെന്ന നിലപാടിലാണ് രാഹുലിനെ അനുകൂലിക്കുന്നവരുടെ വാദം. രാഹുലിന്റെ രാജിക്കാര്യത്തിൽ ഉചിതമായ തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന് എടുക്കാമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. രാജിക്കാര്യത്തിൽ സംസ്ഥാനത്തെ നേതാക്കൾക്കിടയിലെ ഭിന്നതയും AICC വിലയിരുത്തിയിട്ടുണ്ട്. അതേസമയം പുതിയ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ ചൊല്ലിയുള്ള തർക്കങ്ങളും പാർട്ടിയിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, വലിയ രീതിയിലൊരു ഭിന്നത നിലനിൽക്കുന്നുണ്ട്. ഒരു വിഭാഗം രാജി വേണമെന്ന് പറയുന്നു, മറ്റൊരു പക്ഷം രാജി ഇപ്പോൾ ഒരു പരാതി ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിൽ രാജി വേണ്ട എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഭിന്നത കോൺഗ്രസിനെ വല്ലാത്തൊരു പിരിമുറുക്കത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നതോടുകൂടി ഈ പ്രശ്നം അവസാനിക്കും, കെട്ടടങ്ങുമെന്നാണ് ജയലക്ഷ്മി നേതൃത്വം കരുതിയിരുന്നത്. പക്ഷേ അത് കൈവിട്ടു പോവുകയാണ്. തുടർച്ചയായുള്ള പരാതികൾ ഇങ്ങനെ വരുന്നു. പരാതി എന്ന് പറയുമ്പോൾ പോലീസിലേക്ക് പരാതി എത്തിയിട്ടില്ല എങ്കിൽ കൂടി ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുന്നു, ചാറ്റുകൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ സ്വാഭാവികമായും പാർട്ടി പ്രതിരോധത്തിലാണ്. CPM എന്ത് നിലപാടെടുത്തു ഈ വിഷയത്തിൽ, BJP എന്ത് നിലപാടെടുത്തു ഇത്തരം സമാനമായ വിഷയത്തിൽ എന്നൊക്കെ പറഞ്ഞുള്ള പ്രതിരോധം ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രതിരോധവുമായി മുന്നോട്ട് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ അത് തിരിച്ചടിയാകും എന്നൊരു വിലയിരുത്തലാണ് പാർട്ടിയിലെ ഭൂരിഭാഗം നേതാക്കൾക്കുമുള്ളത്. അതിനാൽ തന്നെ രാഹുലിന്റെ രാജിയാണ് ഉചിതം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ഒരു വിഭാഗം നേതാക്കൾ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ഇന്നലത്തെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നത് രാജിയാകും ഉചിതം എന്നുള്ള നിലപാടാണ് പ്രതിപക്ഷ നേതാവിനും ഉള്ളത് എന്നാണ്. ആ നിലപാടിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ K മുരളീധരന്റെ അടക്കമുള്ള പ്രതികരണങ്ങൾ നമ്മൾ കേൾക്കുകയാണ്. അപ്പോൾ മുരളീധരൻ അടക്കമുള്ളവർ പറയുന്നത് പരാതിയില്ലാത്തതിനാൽ എന്ത് രാജിവെക്കണം എന്നുള്ളതാണ്. അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ആരോപണത്തിന്റെ പേരിൽ എന്തിന് രാജിവെക്കണം? മുഖമില്ലാത്ത ഒരാൾ നടത്തിയ ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ മാത്രമാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു ശബ്ദ സന്ദേശം വരുന്നു, ഇതുവരെയും പരാതി നൽകാൻ അവർ തയ്യാറായിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ മാത്രമല്ല, പരസ്യമായി പ്രതികരിച്ച ആളുകളാണെങ്കിൽ പരാതി നൽകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കുകയും കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തിനാണ് രാജി എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. പരാതിയുള്ള FIR ഉള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട സമാന ആരോപണങ്ങൾ നേരിടുന്ന ആളുകൾ ഇപ്പോഴും സ്ഥാനത്ത് തുടരുമ്പോൾ എന്തിന് രാഹുൽ മാത്രം രാജിവെക്കണം എന്നൊരു ചോദ്യമാണ് രാഹുലിനൊപ്പമുള്ളവർ ഉന്നയിക്കുന്നത്. എന്നാൽ വെച്ച് ഒരു മാതൃക കാണിച്ചു കൊടുത്താൽ അത് തിരഞ്ഞെടുപ്പുകളിലടക്കം പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നുള്ള നിലപാടുള്ള മറ്റൊരു വിഭാഗമുണ്ട്. അങ്ങനെ തർക്കം രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഒരു അഭിപ്രായ ഭിന്നതയിലേക്ക് എത്താൻ, അഭിപ്രായ ഐക്യത്തിലേക്ക് എത്താൻ ഇതുവരെയും നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അതേപോലെ ഈ രാജിക്കാര്യത്തിലെ ഭിന്നത പോലെ തന്നെയാണ് പുതിയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിലും വലിയ രീതിയിലൊരു ഭിന്നത നിൽക്കുന്നുണ്ട്. ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോര് കടുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ, അല്ലേ? ആരാകും പുതിയ അധ്യക്ഷൻ എന്ന കാര്യത്തിലെ ചർച്ച രാഹുലിന്റെ രാജി വന്നതിന് തൊട്ട് പിന്നാലെ തുടങ്ങിയതാണ്. നിലവിൽ രാഹുലിന് തൊട്ട് പിന്നിലായി ഏറ്റവും അധികം വോട്ടുകൾ നേടി വൈസ് പ്രസിഡന്റായ അബിൻ വർക്കിയുടെ പേര് പരിഗണിക്കണമെന്ന ആവശ്യം ഗ്രൂപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അടക്കമുള്ള ആളുകൾ അബിനു വേണ്ടി വാദിക്കുന്നു. അതോടൊപ്പം തന്നെ KM അഭിജിത്ത് കഴിഞ്ഞ പുനഃസംഘടനയിൽ പരിഗണിക്കപ്പെടാതെ പോയ ഒരാളാണ്. അഭിജിത്ത് സംസ്ഥാന അധ്യക്ഷനായി എത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് MPമാരുടെ ഒരു സംഘം തന്നെ ഹൈക്കമാൻഡിനെ സമീപിച്ചിരിക്കുന്നു. അവർ ആ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഗ്രൂപ്പിന്റെ ഒരു നിലപാടും അഭിജിത്തിന് അനുകൂലമാണ്. അതോടൊപ്പം തന്നെ ബിനു ചുള്ളിയിൽ KC വേണുഗോപാലുമായി അടുപ്പം പുലർത്തുന്ന നേതാവാണ്. കഴിഞ്ഞ സംസ്ഥാന അധ്യക്ഷ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവസാന വട്ടം വരെ പരിഗണിക്കപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ബിനുവിനെ അധ്യക്ഷനാക്കാനുള്ള നീക്കം KC വേണുഗോപാൽ വിഭാഗവും ശക്തമാക്കിയിട്ടുണ്ട്. ആ വിഷയത്തിലും ഒരു അഭിപ്രായ ഐക്യത്തിലേക്ക് എത്താൻ നേതാക്കന്മാർക്ക് കഴിഞ്ഞിട്ടില്ല. പ്രഖ്യാപനം വൈകുകയാണ്. രാഹുൽ രാജിവെച്ചിട്ട് ഇപ്പോൾ 2 ദിവസം കടന്നു പോകുന്നു. ഇന്നിപ്പോൾ 3-ാം ദിവസമാണ്. ഇനിയിപ്പോൾ എപ്പോൾ പുതിയ അധ്യക്ഷനെ സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അധികം വൈകാൻ പാടില്ല എന്ന പൊതുവികാരമാണ് നിലനിൽക്കുന്നത്. യൂത്ത് കോൺഗ്രസ് സംവിധാനം ആകെ പ്രതിസന്ധിയിലായി നിൽക്കുന്നു. അധ്യക്ഷനില്ലാതെ നിൽക്കുന്നു. സമരമുഖത്ത് നിൽക്കേണ്ട ഒരു പ്രതിപക്ഷ യുവജന സംഘടനയ്ക്ക് അധ്യക്ഷനില്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നുള്ളതാണ് പൊതുവികാരം. പക്ഷേ തീർച്ചയായിട്ടും അമൽ, ഏതായാലും വലിയ രീതിയിൽ ഒരു പ്രതിസന്ധി ഇപ്പോൾ പാർട്ടിയിൽ നിലനിൽക്കുന്നുണ്ട്.